ഏതൊരാൾക്കും നിർഭയം നിലപാടുകൾ പറയാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ ജനാധിപത്യം അർത്ഥപൂർണമാവുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ സംഘടിതമായ ഒരാക്രമണമാണ് ഇടതുപക്ഷ അനുകൂല നിലപാട് സ്വീകരിക്കുന്നവർക്ക് നേരെ ഉണ്ടാവുന്നത്. അതിൻ്റെ അടുത്ത ഒരു ഘട്ടം അവർ പിന്തുണച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്നെയും ആക്രമിക്കുക വ്യക്തിപരമായി തന്നെ എന്നതാണ്. തിരഞ്ഞെടുപ്പ് ഘട്ടം മുതൽ അത് ആരംഭിച്ചു. അതിൻ്റെ മുഖ്യ ഭാവം പരിഹാസമാണ്. പരിഹാസം, അധിക്ഷേപം, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, ഇങ്ങനെയൊക്കെ ആണ് ഇപ്പോഴത്തെ വലതുപക്ഷത്തിൻ്റെ ആക്രമണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ മറുപടി അർഹിക്കുന്നുണ്ടോ എന്നതൊരു പ്രശ്നമാണ്. ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളെയും ആക്രമണങ്ങളെയും വലിയ ഗൗരവത്തോടു കൂടി കാണുന്ന നിലയല്ല നിലവിലുള്ളത്. എന്നാൽ ഇത് ഏതാനും ചിലരിൽ നിന്നും ഏറ്റുവാങ്ങി ജമായത്തിൻ്റെ ചാനൽ ഒരു നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ ഏറ്റുവാങ്ങി പ്രചരിപ്പിക്കുന്നതിലേക്കും എത്തിയിരിക്കുകയാണ്. ഇത്തരം ഘട്ടത്തിലാണ് ചില കാര്യങ്ങൾ ഒന്ന് പരാമർശിച്ചു പോകാം എന്ന് ഞാൻ കരുതുന്നത്. ഈ ആക്രമണങ്ങൾക്ക്, ഈ അധിക്ഷേപങ്ങൾക്ക്, ഈ നിരന്തര പരിഹാസത്തിന് നേതൃത്വം കൊടുക്കുന്നയാൾ ഒരു മാധ്യമ പ്രവർത്തകനാണത്രേ. അദ്ദേഹം ആ മാധ്യമത്തിൻ്റെ ഒരു പ്രത്യേക അസൈൻമെൻ്റായി ഏറ്റെടുത്തിട്ടുള്ളതാണോ ഈ കാര്യം എന്നറിയില്ല. സത്യത്തിൽ ഇതൊന്നും മറുപടി അർഹിക്കുന്നതുമല്ല. കാരണം ഇനി പിണറായി അധികാരത്തിൽ നിന്നും ഇറങ്ങുന്ന ദിവസമേ കേരളത്തിൽ കാലുകുത്തൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണത്രേ ഇദ്ദേഹം. പറഞ്ഞ വാക്കിന് വല്ല വിലയും കൽപ്പിക്കുന്നയാളാണെങ്കിൽ അദ്ദേഹം ഇപ്പോഴും കേരളത്തിൽ വന്നിട്ടുണ്ടാവില്ല. പിണറായി ഇറങ്ങുന്ന ദിവസവും കാത്ത് ഇരിക്കുകയായിരിക്കും. വർഷങ്ങളായി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അദ്ദേഹം പറയുന്ന വാക്കിന് വില കൽപ്പിക്കുന്നയാളാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. എന്തു തന്നെയായാലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ അധിക്ഷേപ യജ്ഞം ആരംഭിച്ചിട്ടുള്ളത്. അതിന് ഓരോന്നായി തെറി വിളിക്കാൻ കാത്തു നിൽക്കുന്നവർക്ക് അദ്ദേഹം തയ്യാറാക്കി കൊടുക്കുകയാണ്. അതിനെല്ലാം മറുപടി പറയാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നാട് കാര്യങ്ങളെ ശരിയായി തിരിച്ചറിയും എന്ന കാര്യത്തിൽ സംശയവുമില്ല. എന്നാൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോകണം എന്നാണ് തോന്നുന്നത്. ഒന്ന്, വർഷങ്ങൾക്ക് മുൻപ് എപ്പോഴോ നടത്തിയ ഒരു പ്രസംഗത്തിൽ ഗോഡ്സെയും ദേവദാസ് ഗാന്ധിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നതായി ഞാൻ പരാമർശിക്കുന്നു. അത് പ്രസംഗത്തിൽ പരാമർശിച്ചതോടെ അന്നൊന്നുമില്ലാത്തൊരു വിവാദം ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയെ നടന്നിട്ടില്ലെന്നും അതിന് തെളിവുകളില്ലെന്നും ഏതോ ഒരു നാടകത്തിലോ മറ്റോ ഇങ്ങനെയുള്ളത് കണ്ടിട്ടാണ് ഞാനിത് പറയുന്നത് എന്നുമാണ് ഇക്കൂട്ടർ ആക്ഷേപിക്കുന്നത്. സത്യത്തിൽ ആ പ്രസംഗം കേൾക്കുന്ന ഏതൊരാൾക്കും അറിയാം എന്താണ് ആ പ്രസംഗത്തിൻ്റെ ലക്ഷ്യം, ഉദ്ദേശം. എനിക്ക് തോന്നുന്നു 3-4 വർഷം മുൻപുള്ള ഒരു പ്രസംഗമാണത്. ആ ഘട്ടത്തിൽ കേരളത്തിലെയും രാജ്യത്തെയും മാധ്യമങ്ങൾ ഗാന്ധി ഘാതകൻ ആര് എന്നുപോലും പറയാൻ മടിക്കുന്ന ഒരു ഘട്ടമാണ്. ഗാന്ധിജി എങ്ങനെ കൊല്ലപ്പെട്ടു, നിശബ്ദത പാലിക്കുകയാണ്. ഗാന്ധിജിയെ ആര് കൊന്നു, അവിടെയും മൗനമാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഗാന്ധിജിയെ ആര് കൊന്നു എന്നും എന്തിനു കൊന്നു എന്നും വിശദീകരിക്കുക എന്നതാണ് ആ പ്രസംഗത്തിൻ്റെ ലക്ഷ്യം. ഞാനത് ഏതെങ്കിലും ഒരു നാടകം കണ്ട ആവേശത്തിൽ പ്രസംഗിച്ചതുമല്ല. ഇവരീ പറയുന്ന നാടകം ഞാൻ കണ്ടിട്ടുമില്ല. മറിച്ച് ഞാൻ ഓർക്കുന്നത് അതിനും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം ആ പ്രസംഗം നടത്തുന്നതിൻ്റെ സമീപ ദിവസങ്ങളിൽ എപ്പോഴോ വായിച്ചതാണ്. ആ ഓർമ്മയിൽ നിന്നാണ്, ആ ലേഖനത്തിൽ നിന്നാണ് ആ ഭാഗം ഞാനവിടെ പ്രസംഗിക്കുന്നത്. അത് എക്സ്പ്രസ് ട്രിബ്യൂണിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. ആകാർ പട്ടേൽ എഴുതിയ ഒരു ലേഖനമാണ്. ആ ലേഖനത്തിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഗോപാൽ ഗോഡ്സെയുടെ പുസ്തകത്തെക്കുറിച്ചാണ്. അതിന് ചരിത്രത്തിൽ എത്രമാത്രം തെളിവുകളുണ്ട് എന്നതൊന്നും എൻ്റെ പ്രശ്നമല്ല. മറിച്ച് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലാനുള്ള കാരണം വ്യക്തിപരമല്ല, അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം മതരാഷ്ട്രവാദത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്ന് പറയുക എന്നത് മാത്രമാണ്. ആ ലേഖനം വായിച്ചാൽ അറിയാം, ആ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ആ പ്രസംഗത്തിൽ ഉടനീളം കടന്നു വന്നിട്ടുള്ളത്.
ആ ലേഖനം ഒരു പുസ്തകത്തെ, ഗോപാൽ ഗോഡ്സെയുടെ പുസ്തകത്തെ അധികരിച്ചുകൊണ്ട് ഉള്ളതാണ്. ആകാർ പട്ടേലിൻ്റെ ലേഖനം ഔട്ട്ലുക്കിലും പിന്നീടൊരു അവസരത്തിൽ പ്രസിദ്ധീകരിച്ചതായി ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഒന്നിലധികം പ്രസിദ്ധീകരണങ്ങളിൽ വന്ന ഒരു ലേഖനം. ആ ലേഖനത്തിൽ പരാമർശിക്കുന്നത് ഗോപാൽ ഗോഡ്സെയുടെ പുസ്തകത്തെക്കുറിച്ചാണ്. മറ്റു തെളിവുകൾ തേടി പോകാൻ താല്പര്യമുള്ളവർക്ക് അത് തേടിപ്പോകാവുന്നതാണ്, ഗവേഷണം നടത്താവുന്നതാണ്, അവരവരുടെ നിഗമനങ്ങളിൽ എത്താവുന്നതുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി കൊല്ലപ്പെട്ടത് വ്യക്തിപരമായ ശത്രുതയുടെ പേരിലായിരുന്നില്ല എന്നും അതിൻ്റെ കാരണം രാഷ്ട്രീയമാണ് എന്നും ആ രാഷ്ട്രീയം മതരാഷ്ട്രവാദത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്നും വിശദീകരിക്കുകയായിരുന്നു ലക്ഷ്യം. ആ ദിവസങ്ങളിൽ എപ്പോഴോ, സമീപ സമയത്തെപ്പോഴോ വായിക്കാൻ ഇടവന്ന ഒരു പഴയ ലേഖനം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത്. ആ ലേഖനം നമ്മുടെ മുൻപിൽ ഇപ്പോഴുമുണ്ട്. ചിലർ ആക്ഷേപിക്കുന്നത് പോലെ നാടകം കണ്ട് വിളിച്ചു പറഞ്ഞതല്ല, ഇതാണ് അതിൻ്റെ സോഴ്സ് എന്ന് വിശദമാക്കേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് വിശദമാക്കി എന്ന് മാത്രം. ഗാന്ധിജിയെ കൊന്നതിൻ്റെ കാരണം ഇതാണ് എന്നത് എൻ്റെ ബോധ്യം കൂടിയായതിനാൽ ആ കാര്യം പറഞ്ഞു എന്നു മാത്രം. അതിൻ്റെ പേരിലാണ് ആദ്യത്തെ തെറിവിളികൾ ആരംഭിക്കുന്നത്. അവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഓരോന്നോരോന്നായി. ഇതിനിടയിൽ ചില പ്രതീതികൾ സൃഷ്ടിക്കാനും സോഷ്യൽ മീഡിയയെ ബോധപൂർവം ഉപയോഗപ്പെടുത്തുന്നുണ്ട് പലരും. അത് ചില അമൂർത്തമായ കാര്യങ്ങൾ പറഞ്ഞ് വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാതെ ഒരു പുകമറ സൃഷ്ടിക്കുക. അത്തരക്കാർ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പോലും അറിയാത്ത ഒരാളാണ് ഇയാൾ എന്ന്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള കഥ? നിയമസഭാ രേഖകൾ സാക്ഷിയാണ്. നിയമസഭയിൽ ഒരിക്കൽ നടന്ന ഒരു ചർച്ചയിലാണ് പ്രതിപക്ഷ നേതാവുമായി ഒരു തർക്കമുണ്ടാവുന്നത്. അതിനെ തുടർന്ന് ആജ്ഞാനുവർത്തികളായ കൂലിപ്പടയാളികൾ, അടിമവേലക്കാർ നവമാധ്യമങ്ങളിലൊരു വലിയ പ്രചാരവേല അഴിച്ചുവിട്ടു. സ്റ്റേറ്റ് എന്ന് മാത്രമേ പറയൂ, അതിനെ സംബന്ധിച്ച് മറ്റൊന്നും പറയില്ല. ഇത്തരം പുകമറകൾക്ക് പലപ്പോഴും മറുപടി പറയാൻ നിൽക്കാത്തത് ഇത്തരക്കാർ ഒരു സൗകര്യമായി എടുക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ആ തർക്കം? ആ തർക്കം ആർട്ടിക്കിൾ 293 ഇന്ത്യൻ ഭരണഘടന, അതാണ് അന്ന് നിയമസഭയിൽ തർക്ക വിഷയമായി മാറിയത്. എന്താണ് ആർട്ടിക്കിൾ 293? അത് ബോറോയിങ് ബൈ സ്റ്റേറ്റ്, അതാണ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ സംബന്ധിച്ചാണ് പറയുന്നത്. 292 കേന്ദ്രത്തിൻ്റെ കടമെടുപ്പിനെ കുറിച്ചാണ്. 293 അന്ന് തർക്ക വിഷയമാവാൻ കാരണം കിഫ്ബി കടമെടുക്കുന്നത് ഇതിൻ്റെ പരിധിയിൽ വരുമോ എന്നതാണ് പ്രശ്നം. പരിഹസിക്കുന്നവർ പലപ്പോഴും ഈ കാര്യം എന്ത് എന്ന് അന്വേഷിക്കുന്നില്ല. ആർട്ടിക്കിൾ 293 പരിധിയിൽ കിഫ്ബിയുടെ കടമെടുപ്പ് വരില്ല എന്നും 293 ബോറോയിങ് ബൈ സ്റ്റേറ്റ് ആണ്, സംസ്ഥാനങ്ങളുടെ കടമെടുപ്പാണ്, അതിൻ്റെ പരിധിയിൽ കിഫ്ബി വരില്ല എന്നാണ് എൻ്റെ വാദം. എന്തുകൊണ്ട്? സ്റ്റേറ്റിൻ്റെ നിർവചനത്തിൽ കിഫ്ബി പെടുമോ എന്നാണ് ചോദ്യം. പെടില്ല എന്നാണ് അന്നത്തെ അഭിപ്രായം, ഇന്നത്തെ അഭിപ്രായം, എന്നത്തെയും അഭിപ്രായം. എന്തുകൊണ്ട് പെടില്ല? പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാവരും കൈകോർത്ത് പാസാക്കിയ നിയമമാണ് കിഫ്ബി നിയമം. കിഫ്ബി നിയമത്തിൻ്റെ സെക്ഷൻ 4 സബ് ക്ലോസ് 2 പ്രകാരം കിഫ്ബിയെ നിർവചിക്കുന്നുണ്ട്. കിഫ്ബി എന്ന ബോർഡിനെ നിർവചിക്കുന്നത് ദ ബോർഡ് ഷാൽ ബി എ ബോഡി കോർപ്പറേറ്റ് എന്നാണ്. കിഫ്ബി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ആണ് എന്നല്ല, ഒരു ബോഡി കോർപ്പറേറ്റ് ആണ് എന്നാണ്. അതാണ് നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചത്. സ്റ്റേറ്റിൻ്റെ പരിധിയിൽ കിഫ്ബി പെടില്ല, കിഫ്ബി ബോഡി കോർപ്പറേറ്റ് ആണ് എന്നാണ്. ഇത് എക്കാലത്തെയും അഭിപ്രായമാണ്. അത് കിഫ്ബി നിയമത്തെയും ഇന്ത്യൻ ഭരണഘടനയെയും മുന്നിൽ വെച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പരിഹസിക്കുന്നവർക്ക് എന്താണ് പരിഹസിക്കുന്നതെന്നറിയില്ല. പരിഹസിക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ തീർച്ചയായും അതാരെയാണ് പരിഹസിക്കേണ്ടത് എന്ന് ഈ വിഷയം പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. ഇതിപ്പോൾ പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു രസകരമായ വിവാദം എന്ന് തോന്നിയതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് കള്ളന്മാർ പ്രതീതി സൃഷ്ടിക്കുന്നത് എന്ന് മുന്നിൽ തെളിഞ്ഞു വരുമ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. സുഹൃത്തുക്കളെ, അന്ന് നിയമസഭയിൽ പറഞ്ഞ കിഫ്ബിയെയും സ്റ്റേറ്റിനെയും കടമെടുപ്പിനെയും കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിലപാടുകൾ
എല്ലാ കാലത്തുമുള്ള നിലപാടാണ്. ആ നിലപാടിൽ നിന്ന് ഞങ്ങളാരും പുറകോട്ട് പോയിട്ടില്ല. അതിൻ്റെ പേരിൽ വിവാദമുണ്ടാക്കുന്നവരെ നയിക്കുന്നത് എന്ത് താല്പര്യമാണ് എന്ന് എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ്.